ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ വേൾഡിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ എത്തിയിരിക്കുന്നത് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലെ നക്ഷത്രവനത്തിലാണ്. നമ്മൾ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലേക്ക് വരുമ്പോൾ നക്ഷത്രവനത്തിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ബോർഡാണ് ഇത്. ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ, അതിൻ്റെ പടവും പിന്നെ വൃക്ഷങ്ങളും നമ്മുടെ നാളുകളും എല്ലാം ഒരു ബോർഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നതുണ്ടോ, അവരവരുടെ നക്ഷത്രങ്ങൾ നോക്കുന്നതാണ് കേട്ടോ. നമുക്ക് പോയിട്ട് നമ്മുടെ നക്ഷത്രത്തിനനുസരിച്ചുള്ള മരങ്ങളും കാണാൻ കഴിയും കേട്ടോ. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്, അശ്വതിയുടെ കാഞ്ഞിരമാണ്. അപ്പോൾ അങ്ങനെ ഓരോ നക്ഷത്രത്തിനനുസരിച്ചുള്ള നാളും അതിൻ്റെ വൃക്ഷങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പടവും അതിൻ്റെ ചൂട്ടിൽ തന്നെ അതിൻ്റെ വൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 27 നമ്മുടെ ഭാരതീയ ജ്യോതിഷത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രത്തിനും ഓരോ വൃക്ഷം കൽപ്പിച്ചിട്ടുണ്ട്. ഓരോ നാളിൽ ജനിച്ചവർ നക്ഷത്ര വൃക്ഷങ്ങളെ നശിപ്പിക്കാതിരിക്കാനും നട്ടുപരിപാലിച്ച് വളർത്തുകയും ചെയ്താൽ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാവുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഇവിടെ എല്ലാ നക്ഷത്രക്കാരുടെ നാള്, അതായത് നക്ഷത്രത്തിലെ വൃക്ഷങ്ങളും നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ വന്നാൽ ഇത് നമ്മൾക്ക് കാണാൻ കഴിയും കേട്ടോ. എല്ലാവരുടെയും നാളുകൾക്കനുസരിച്ചിട്ടുള്ള വൃക്ഷങ്ങളെ നമ്മൾക്കിവിടെ വന്നാൽ കാണാൻ കഴിയും. മിക്ക വൃക്ഷങ്ങളും നമ്മൾക്കറിയാം, നമ്മൾ പല ഇതിലൊക്കെ മാസികയിലൊക്കെ നമ്മുടെ നാളും ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ എല്ലാ വൃക്ഷങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല ചിലപ്പോൾ അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും കേട്ടോ. ഓരോ നാളിൻ്റെയും ഓരോ വൃക്ഷവും ഇവിടെ അവർ നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദമായിട്ടുള്ള പടം സഹിതമാണ് കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും വരുമ്പോൾ അവരുടെ നക്ഷത്രങ്ങളുടെ മരങ്ങളൊക്കെ കാണാൻ കഴിയും. ഒരു ഏരിയ തന്നെ ഇതിനായിട്ട് മാറ്റി വച്ചിരിക്കുക കേട്ടോ. ഈ 27 വൃക്ഷങ്ങളും നട്ട് പരിപാലിച്ച് വളരെ മനോഹരമായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ നടവഴി എന്ന് പറയുന്ന സ്റ്റെപ്പുണ്ട് നടുക്കേ കൂടെ. നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാനൊക്കെ ആയിട്ട് സ്റ്റെപ്പുകളൊക്കെ അല്ലെങ്കിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മേലേന്ന് താഴെ വരെ രേവതി വരെ നമുക്ക് പോയി കാണാം. അശ്വതി മുതൽ രേവതി വരെയുള്ള വൃക്ഷങ്ങൾ നമുക്ക് പോയി കാണാൻ കഴിയും കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെയും ഉണ്ടായിരുന്നു കുരങ്ങന്മാർ, ചാടി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ശല്യമൊന്നുമില്ല, അവർ ഓടി അങ്ങോട്ട് പോയി. ചോതി നക്ഷത്രത്തിൻ്റെ നീർമരുത് കണ്ടോ, സ്റ്റെപ്പ് കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ള നടപ്പാതയാണ്. നല്ല രസമാണ് കേട്ടോ അതിൽ നടന്നു പോകുവാനായിട്ട്. നല്ല സൈലൻ്റ് ഏരിയ കേട്ടോ. നമുക്ക് ഒത്തിരി നേരം അവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് തോന്നും, നല്ല കാറ്റും എല്ലാമായിട്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ചിത്രശലഭങ്ങളുടെ പൂന്തോട്ടം, അതും വളരെ ഭംഗിയാണ്. പക്ഷേ സമയം കഴിഞ്ഞ് പോയതിനാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞില്ല. അന്നേരത്തേക്കും ഇവിടെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ക്ലോസ് ആവേണ്ട സമയം കേട്ടോ. 5:30 വരെ ഉള്ളൂ നമുക്കിവിടെ. 5 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ ക്ലോസ് ചെയ്യും അവർ. ചിലതൊക്കെ ഒത്തിരി വലിയ മരമായിട്ടുണ്ട് കേട്ടോ, ചിലതൊക്കെ ചെറു തൈകൾ ആണ്. പിന്നെ പ്ലാവൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുപോലെ ചില മരങ്ങളൊക്കെ നമുക്ക് നാട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ ചില മരങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കാണാൻ കഴിയുന്നതാണ്. തട്ടേക്കാട് വന്നാൽ ഒത്തിരി ഉണ്ട് കാണാൻ. നല്ല രസമാണ്, നല്ല സൈലൻ്റ് ഏരിയ ആണ്. അപ്പോൾ വന്നിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ വരാത്തവർ വരിക, ഇതെല്ലാം കാണുക, ആസ്വദിക്കുക. ഈ 27 നാളുകളിൽ ഏതെങ്കിലും ഒരു നാളിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ വൃക്ഷങ്ങൾ നമ്മൾ അറിയുക, അത് നട്ടുപിടിപ്പിക്കുക, അത് പരിപാലിക്കുക. അതുപോലെ തന്നെ വൃക്ഷങ്ങളെ പരിപാലിച്ച് സമൂഹത്തിന് പ്രചോദനവും പ്രോത്സാഹനവും നൽകാൻ നമുക്ക് കഴിയും. നമ്മുടെ നാളിലുള്ള വൃക്ഷങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിക്കുക. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇതല്ലേ, നമ്മളുടെ നാളിൽ കിട്ടുന്ന വൃക്ഷങ്ങൾ നമുക്ക് കഴിവതും നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അത് പ്രകൃതിക്ക് നമ്മൾ നൽകുന്നൊരു ഗിഫ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ.